ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റിൽ വളരെ രുചികരമായിട്ട് നാടൻ രീതിയിൽ ബീഫ് കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് മസാലയുടെ കുത്തലോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇത്രയ്ക്ക് ഈസിയാണ്. ഞാൻ പിന്നീട് ഇത് തന്നെയാണ് ഉണ്ടാക്കാറ്. സവോളയൊന്നും വഴറ്റി നമുക്ക് ടൈം കളയേണ്ട കാര്യം തന്നെ ഇല്ല. ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പത്തിനൊപ്പോ ഇടിയപ്പത്തിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ അതോ ഇനി ചോറിനൊപ്പോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൊടികളൊക്കെ നമ്മൾ തനിയെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു 1/2 കിലോ ബീഫിൻ്റെ അളവാണ് പറയുന്നത്. ഒരു 1.5 ടീസ്പൂണോളം അളവിൽ കുരുമുളക്, പിന്നെ ഒരു 5 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 വറ്റൽമുളക്, ഇത്രയും ഒന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മസാലയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിഞ്ഞൊന്നും പോകണ്ട. ഈ ഒരു പരുവത്തിന് മതി. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 സവോള, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തക്കാളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ നമ്മൾ എടുത്തിട്ടുള്ള ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അങ്ങനെ ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫാണ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ അളവിലെടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഓരോ സ്പൈസസിൻ്റെയും സവോളയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കുക. നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അധികം ടൈമൊന്നും വേണ്ട. ഇപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയം അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും കുറച്ച് കറുവപ്പട്ടയാണ് ഇട്ടത്. ഒരു 5 or 6 ഗ്രാമ്പൂ മതി. ഒരുപാട് കറുവപ്പട്ടയും വേണ്ട. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ ആ മസാലയുടെ മിക്സില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് മൂത്തൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്ക് ഈ സ്പൈസസ് ഒക്കെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്മെൽ വരില്ലേ, നല്ല സ്മെല്ലാണ്. ഇത് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കറി നല്ല ടേസ്റ്റാണ്. സമയമൊന്നും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനും ഒക്കെ ഈ രീതിയിൽ നിങ്ങൾ ഒരു തവണ ഇന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അതുപോലെ എളുപ്പമാണ് ഈ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ സ്പൈസസ് അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് ഇപ്പം ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ലൂസായിട്ട് ചാറ് പോലെ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ല ഇനി നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കറി വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ആ അളവിൽ വെള്ളം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കുക്കർ ഒരു ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരൊറ്റ വിസിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 അത്രത്തോളം വിസിൽ മതി. നമ്മുടെ കറി പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്നതാവും. നമ്മൾ സവോളയൊന്നും വഴറ്റി ഒരു ടൈമും കളയണ്ട. അപ്പം നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിക്ക് നല്ല അടിപൊളി ഒരു സ്മെല്ല് തന്നെയാണ് നമുക്ക് തുറക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പം നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെയുണ്ട്. നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ഈ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും വെക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ കറി ആയതിനു ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരല്പം നേരം ഇതിങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്കുള്ളത്.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കറിക്ക് കിട്ടിയതുപോലെ തോന്നും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മൾ പണ്ട് കാലത്തൊക്കെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സവോള ഒന്നും വഴിച്ച് സമയം കളയോ അല്ലെങ്കിൽ ഒരുപാട് ടൈം ഒക്കെ എടുത്ത് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുള്ളൂ. അത് തന്നെയല്ല, നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ബീഫ് കറി ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.